ഹലോ ഹലോ ഗൈസ്, ഗൈസ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ മറ്റേ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ കൂട്ടുപോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് നേരത്തെ പോയി, അത് കാരണം പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വരുമ്പോൾ 4 മണിയൊക്കെ ആയിട്ട് വന്നിട്ടാണ് പണികളിൽ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. കാലത്താണെങ്കിൽ അകടിച്ച് പിള്ളേർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ വിട്ടിട്ട് ചേച്ചിയുടെ പോയതാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ ഇത്തിരി സമയം എടുത്തു കൊടുത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ. ഞാൻ പോണ കാരണം രാകേഷേട്ടനാണ് കേട്ടോ രാവിലെ താറാവിൻ്റെ കൂടൊക്കെ കഴുകിയത്. പിന്നെ ഞാൻ അത് അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഡെയിലി ഇവിടെ വൃത്തിയാക്കൂട്ടില്ലെങ്കിൽ സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ ഒരു ഡിസ്റ്റർബ് ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യുന്നത്. അപ്പോഴേക്കും മാളു ക്യാമറയുടെ മുമ്പിൽ ഒന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഞാനോട് മാറി നിൽക്കാൻ പറയുകയാണ്. എൻ്റെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അടിച്ച് തീയിടുക എന്നാണ്. കാരണം ഇന്നലെ വൈകുന്നേരം താറാവിൻ്റെ കുട്ടിയിൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി നോക്കി, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഇതേ ശബ്ദം തന്നെ ഞാൻ പോയി നോക്കി കേട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ വിചാരം എന്തെങ്കിലും പാമ്പ് കയറിയിട്ടുണ്ടാവുമോ എന്നായിരുന്നു. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കാണാറുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മലമ്പാമ്പിനെയാണ് കാണാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അടിച്ച് തീയൊക്കെ ഒന്ന് ഇടാം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ അടിച്ചിട്ട് പാമ്പൊന്നും വരില്ലല്ലോ. പിന്നെ ഞാൻ വന്നോടനെ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാളുതെ പിന്നെ വന്നിട്ട് മണ്ണമയിലേറും എന്തങ്കവടി വേല ആ പാട്ട് ഡാൻസ് കളിക്കാൻ കേട്ടോ. അപ്പോഴും ഞാൻ അവളെ പാവം ചീത്ത പറഞ്ഞ് ഓടിച്ചു. കാരണം ക്യാമറയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണില്ലല്ലോ. പിന്നെ ഞാൻ തുണി പിടിച്ചിടുമ്പോഴേക്കും മാളു താറാവിനെ പിടിച്ചിടാന്ന് പറഞ്ഞേ. പിന്നെ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കൂടി. പക്ഷെ അപ്പോഴേക്കും ഞാനും മാളും പിന്നെ അടിയായിട്ട്. കാരണം എന്താണെന്നറിയാം, അവളൊരു ചൂലെടുത്തിട്ട് താറാവിനെ അടിച്ച് പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത താറാവ് ചത്തുപോകും, അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്തു, ഞാൻ മണിക്കൂട്ടിനെ ഓടിച്ചിട്ട് പിടിച്ചു. ഈ വീഡിയോ എടുക്കുന്നവരുടെ കാര്യം കഷ്ടമാണല്ലേ. നമുക്ക് ഓരോ ഭാഗത്ത് വീഡിയോ പിടിക്കണമെങ്കിൽ ആ ക്യാമറ അവിടെ നിൽക്കണം, ഇവിടെ നിൽക്കണം, എന്തൊരു ബുദ്ധിമുട്ടാല്ലേ. പിന്നെ ഞാൻ ക്യാമറയൊക്കെ ഒന്ന് ശരിയല്ലാണ്ടായിട്ട് ഇരുന്നത്, അതൊക്കെ റെഡിയാക്കി പിന്നെ താറാവിനെയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിണറിൻ്റെ അവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ പണ്ട് മീനിട്ടുണ്ടായിരുന്നു, ഇപ്പം മീനില്ല. അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ പ്രാവ് വെള്ളം കുടിക്കുക. അപ്പോൾ ഞാനൊരു താറാവിനെ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടു. അപ്പോൾ ഞാൻ മണിക്കൂട്ടിനോട് പറഞ്ഞപ്പോൾ നമുക്കത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത്. മാളുമാണ് ഞങ്ങളോട് പിണങ്ങിയത് വാഴയുടെ ചോട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് താറാവാണെങ്കിൽ നല്ല കുളിയാണ്. താറാവിൻ്റെ കുളിതേ മണിക്കൂട്ട് കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മതി, ഇനി അത് ചത്തുപോകും, നമുക്ക് പിടിച്ചിടാമെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് കൂട്ടിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ആ കൂടെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങൾ താറാവിനെയൊക്കെ പിടിച്ചിട്ട് എണ്ണി നോക്കാനായിട്ട് എല്ലാവരും ഉണ്ടോയെന്ന്. അങ്ങനെ എല്ലാവരും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ പിന്നെ ഇത് തുണി ഇടാനായിട്ട് പോയി. തുണി ഉണങ്ങാനിട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ച് തന്നെ പ്രാവുകളെ കുറച്ച് നേരം തുറന്നു വിടാന്ന്. കാരണം ഞാൻ ഇവിടെ ഉള്ള സമയത്താണ് ഇവർ തുറന്നു വിടാറ്. ബാക്കിയുള്ള നമ്മളൊക്കെ പറന്നിട്ട് പോയി തിരിച്ച് വരും കേട്ടോ. പക്ഷേ പ്രില്ലിക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ കണ്ണിന് അവൾക്ക് ഇത്തിരി കാഴ്ചക്കുറവല്ലേ. അപ്പോൾ ഞാൻ ഉള്ള സമയത്ത് മാത്രമേ അവൾ നടക്കാനായിട്ട് തുറന്നു വിടാറുള്ളൂ. അങ്ങനെ ഞാൻ ഈ തുണികളൊക്കെ വിരിച്ചിട്ടു. തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. കൂട്ടിൽ പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയിൽപ്രാവാണെങ്കിൽ അത് കൊത്തിക്കൊണ്ട് അതിൻ്റെ എണ്ണയുടെ മുകളിൽ കൊണ്ട് ഇട്ടേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവളുടെ കുറുമ്പ് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ കുറച്ച് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ഉടനെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം തന്നെ തുണികളൊക്കെ തിരിച്ചെടുക്കുകയാണ്. വലിയ മഴയല്ല കേട്ടോ, എന്നാലും അത്യാവശ്യത്തിന് നനയാനുള്ളൊരു ചാറിലൊക്കെ ഉണ്ടായി. അങ്ങനെ തുണിയൊക്കെ പെറുക്കിയിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴച്ചാറ്റിൽ നിന്നു കേട്ടോ. എന്നാൽ പിന്നെ തീയിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തീയിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും മാളുവിൻ്റെ പണക്കൊന്നും മാറിയിട്ടില്ല. മണിക്കൂട്ടം മാത്രമാണ് കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്നത്. മാളുവാണെങ്കിൽ എന്നോട് പിണങ്ങി അകത്ത് പോയി. പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും തീയിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴ പിന്നെയും തോളുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ പ്രാവിൻ്റെ കൂടിൻ്റെ അടിഭാഗമൊക്കെ വൃത്തിയാക്കുകയാണ്. തീറ്റ എത്ര വെച്ച് കൊടുത്താലും അത് തട്ടിക്കളയും. അതുപോലെ വെള്ളം കേട്ടോ. അപ്പോൾ അതൊക്കെ വാരിയ മുറ്റത്തേക്ക് ഇടുകയാണ്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ഉണങ്ങി ഇവർക്ക് തന്നെ തിന്നാമല്ലോ. അപ്പോൾ ഇതേ നമ്മൾ പുറത്ത് പോയി ഒരു മയിലിനെ മയിലല്ല നമ്മുടെ പ്രാവിനെ കിട്ടാൻ പാടാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് അതിനെ പിടിക്കാറ്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അതിനെ പിടിക്കാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല, അത് പറന്നുപോയി. അപ്പോഴേക്കും ആളും അവിടെ ഒരു കുടയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചോദിച്ചു വന്നു, അതൊക്കെ അവൾക്ക് എടുത്ത് കൊടുത്തു. അങ്ങനെ പതിയെ പണക്കൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ ഞാൻ പൈപ്പ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ആ ഭാഗമൊക്കെ അടിച്ചൊക്കെ കഴുകിയിട്ടു. എന്തോ എനിക്ക് അങ്ങനെ വോയിസ് ഇട്ടിട്ട് എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വായി തോന്നുന്നത് എന്താണോ അതാണ് ഞാൻ പറയണത്. അപ്പോഴേക്കും ഇച്ചിരി ഇരുട്ടായിട്ട് എന്നാലും ഞാൻ വിചാരിച്ചു അടിക്കൽ നിർത്തണ്ട, ഈ സൈഡ് ഭാഗം കൂടി അടിച്ചിടാം. അല്ലെങ്കിൽ പിന്നെ ആകെ പിറ്റേ ദിവസവും അടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നാളെയും ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ കാലത്ത് എണീറ്റ് എന്തായാലും അടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അടിച്ചിടാം, അല്ലെങ്കിൽ ആകെ ഈ കാറ്റുകാലമായിട്ട് ഇലകൾ നിറയെ ആവും. അങ്ങനെ ആ ഭാഗം അടിച്ച് ഞാൻ വേഗം തീയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ മാളിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആൾക്കാരെന്താ വിചാരിക്കുക, മാളു 8 മണിയായി ഈ സമയത്ത് അടിക്കണത് കേൾക്കുമ്പോൾ എന്താണോ വീട്ടിൽ നിന്നൊക്കെ വിചാരിക്കാവോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അടുത്ത സ്ഥലത്ത് നിന്ന് ഈ തീ ഇടുകയാണ് കേട്ടോ. അങ്ങനെ വീടിൻ്റെ ഫുൾ ഞാൻ രാത്രിയിലാണ് അടിച്ച് വാരിയത്. അങ്ങനെ ഫുൾ അടിച്ച് വാരി വീടിൻ്റെ 4 സൈഡും ഞാൻ തീ ഇട്ടു കേട്ടോ. കാരണം എന്തോ ഒരു ഉത്സാഹം തോന്നി കേട്ടോ വൈകുന്നേരം ഇപ്പോൾ പണിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മടി പിടിച്ച് പോകണം നോക്കിയിരിക്കാറുള്ള ഞാനാണേ. നമുക്ക് ചില സമയത്ത് നല്ല ഉത്സാഹമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ തീയെല്ലാം ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ചെടികൾ വന്നിട്ടുണ്ടായിരുന്നേ, അത് തലേദിവസം കൊണ്ടുവന്നു. അപ്പോൾ അത് വാടി തുടങ്ങി. ഇനി അത് നട്ടില്ലെങ്കിൽ അത് വാടിപ്പോരുമെന്ന് ഓർത്തിട്ട് ഞാൻ വേഗം തന്നെ അത് നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ചെടികളും കൂടി ഒന്ന് ഒതുക്കി അതിൻ്റെ ഇടയിലൊക്കെ അടിച്ച് വരാമെന്ന്. കാരണം ഈ പിള്ളേർ മിഠായി തിന്നതിൻ്റെ കവറ് അത് ഇതെല്ലാം കൊണ്ട് ഈ ചെടിയുടെ ഇടയിലാണ് ഇട്ടിടുക. അപ്പോൾ ഈ ചെടികളുടെ ഇടയിൽ നിന്ന് ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പം ചെടികളൊക്കെ ഒന്ന് മാറ്റി അകത്തേക്ക് വെച്ചു. അതുപോലെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഈ ചെടികളൊക്കെ നടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്നും കാശ് കൊടുത്ത് പിടിച്ച ചെടികളല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും, എന്നാലും ഇത്ര നേരം ഇരുന്ന് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.